ഇത് മാലി മുളക് അല്ലെങ്കിൽ നെയ് മുളക് എന്നൊക്കെ പറയും. ഇതുകൊണ്ട് നമുക്ക് ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു മുളക് ബജ്ജിയാണ് കേട്ടോ. ഒരു വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഇതിനായി കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയായാലും കുഴപ്പമില്ല, എരിവിന് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തോളൂ. അതിലൊരു ഒരു സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള് ഉപ്പ്, ദെൻ കുരുമുളക് പൊടി കുറച്ച്, പിന്നെ വെളിച്ചെണ്ണ, ഒരു തുള്ളി വെള്ളവും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഈ മുളകിനെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ രണ്ടായിട്ടൊന്ന് കീറി കൊടുക്കുക കേട്ടോ. അത് അതിൽ കാണിക്കണ പോലെ പിന്നെ രണ്ടായിട്ടൊന്ന് കീറി കൊടുത്തിട്ട് ഇത് നമ്മൾ ഈ മുളക് ചാലിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറുതെ പരട്ടി കൊടുത്താൽ മതി. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഉള്ളിൽ ഒരു ഉപ്പും മധുരവും ഒരു എല്ലാം കൂടി ചേർന്ന് വരും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിനെ അടച്ച് അതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് തള്ളി. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് എടുത്തത്. അപ്പോൾ ആ ഉപ്പും എരിവും മുളകും ഒക്കെ ആ മുളക് പൊടിയൊക്കെ അതിലേക്ക് പിടിക്കും. എന്നിട്ട് ഇവിടെ ഞാൻ ഉള്ളി, കടലമാവ്, പിന്നെ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ ഗരം മസാല പൊടി ഒക്കെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് ഉള്ളി വേണം കേട്ടോ മസ്റ്റായിട്ട്. ഒരു ലൂസ് ഫോം ആക്കരുത്. നമ്മൾ മുളക് ബജ്ജിയിൽ മുക്കിയിടുന്ന പോലെ അല്ല ഇത് ഉണ്ടാക്കണം കേട്ടോ. ഇത് മുകളിൽ വന്നിട്ട് അതിനെ ഒന്ന് പിടിപ്പിച്ച ശേഷം നമ്മളിതിൽ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ. അതിനെ ഒന്ന് പിടിപ്പിച്ച ശേഷം നമ്മളതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഒരു കോട്ടിങ് പോലെ വരും കേട്ടോ, നന്നായിരിക്കും. അപ്പം എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ല നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വെറുതെ കടലമാവിൽ മുക്കി ഇട്ടാലും മതി, അത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ലൈമറ്റിന് കഴിക്കാൻ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഈ മുളകുണ്ടല്ലോ, നെയ് മുളക്, ഭയങ്കര എരിവ് കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ എരിഞ്ഞ്, കുട്ടികളൊക്കെ എല്ലാവരും നല്ല കുട്ടം ചാടുണ്ടായിരുന്നു എരിഞ്ഞിട്ട്. അതുകൊണ്ട് ഈ മുളക് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് അതിൽ കോട്ടിങ് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ. സോ ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. പക്ഷെ നോക്കിയൊക്കെ കഴിക്കുക, അവനവൻ്റെ വയറൊക്കെ ശ്രദ്ധിച്ചിട്ട്. ഓക്കെ, എരിവ് കഴിക്കണവർക്ക് ഇത് അടിപൊളി ഇഷ്ടമാവും കേട്ടോ. ഇത് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഉള്ളിയും കൂടി ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഒരു കട്ടൻ ചായയുടെ കൂടെ കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഉള്ളി മുറിക്കുമ്പോൾ നീളത്തിൽ വളരെ കനം കുറഞ്ഞ് മുറിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഹാപ്പി കുക്കിംഗ്.